ഡോക്ടർമാരില്ലാത്ത, ചികിത്സയില്ലാത്ത 95 കോടി രൂപയുടെ എസ്റ്റിമേറ്റുള്ള കാടുമൂടിയ പ്രേതാലയം പോലെ കിടക്കുന്ന ഒരു മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ നമ്മുടെ കേരളത്തിലുണ്ട്. ഞാൻ പറഞ്ഞു വന്നത് നമ്മുടെ കാസർഗോഡിന്റെ കഥ. നമ്മുടെ കാസർഗോഡ് മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിനെ കുറിച്ചാണ്. 2013 കാസർഗോഡ് മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ പ്രഖ്യാപിക്കുന്നത്. ആ ഘട്ടത്തിലായിരുന്നു പാലക്കാട് മഞ്ചേരി അടക്കമുള്ള മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ പ്രഖ്യാപിക്കുന്നത്. എന്നാൽ പാലക്കാട് മഞ്ചേരി അടക്കമുള്ള മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിന്റെ പണി ഇന്ന് പൂർത്തിയായിട്ടുണ്ട്. എന്തുകൊണ്ട് കാസർഗോഡ് മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിന്റെ പണി പൂർത്തിയായിട്ടില്ല? ഏത് കറുത്ത കരങ്ങളാണ് ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്നത്? 500-1000 കോടി സ്വകാര്യ ഹോസ്പിറ്റലുകളിൽ ഇൻവെസ്റ്റ് ചെയ്ത രോഗികളുടെ കരുത്ത കരങ്ങളാണ് എന്ന് സംശയിക്കാൻ പാടില്ല എന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് ഈ രാജ്യത്തിന്റെ ഗവൺമെന്റ് അതിനുവേണ്ടി ശബ്ദിക്കുന്നില്ല? എന്തുകൊണ്ട് ഈ രാജ്യത്തിന്റെ MLA-മാർ, MP-മാർ എന്തുകൊണ്ട് ഇതിനു വേണ്ടി പ്രവർത്തിക്കുന്നില്ല, ഇതിനുവേണ്ടി ശബ്ദിക്കുന്നില്ല എന്നുള്ള ചോദ്യത്തിന് വ്യക്തമായ മറുപടി തരേണ്ടതുണ്ട്. 16 വയസ്സുകാരനായ ഫൈസലിന്റെ മരണത്തിന് ഉത്തരവാദി ആരാണ്? നമ്മളാണ്. ഇതുപോലെ പ്രേതാലയം പോലെ കിടക്കുന്ന ഹോസ്പിറ്റലിന് വേണ്ടി പ്രതിഷേധിക്കാത്തത് കൊണ്ടാണ്. ഇത് കേവലം നമ്മുടെ കാസർഗോഡിന്റെ പ്രശ്നം മാത്രമല്ല, കേരളത്തിന്റെ പ്രശ്നമാണെന്ന് കരുതിക്കൊണ്ട് നാം ശക്തമായി ഇതിനു വേണ്ടി ശബ്ദിക്കേണ്ടതുണ്ട്.